താങ്കൾ 2016-21 കൊണ്ടുവന്ന അത്രയും അതിൽ പകുതിയെങ്കിലും ചെയ്യാൻ 2021-25 കാലഘട്ടത്തിൽ കോൺഗ്രസിനും UDF-നും കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആരുടെ പരാജയമാണത്? അതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. സംസ്ഥാന സർക്കാർ പരാജയമാണ്, പക്ഷെ പ്രതിപക്ഷം അതിനേക്കാൾ പരാജയമാണല്ലോ എന്ന്. എന്നാലും അഭിപ്രായം എനിക്കില്ല. അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ താങ്കൾ ഏറ്റവും അവസാനം കൊണ്ടുവന്ന ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്, കാർബോണ്ടം അഴിമതി എന്നുള്ള കാര്യം. അതിന് എന്ത് പിന്തുണയാണ് UDF-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും കിട്ടിയത്? അല്ല, ആ അഴിമതി അതുകൊണ്ടില്ല, അഴിമതി ആവാതിരിക്കുന്നില്ലല്ലോ. അഴിമതിയാണ് ഇപ്പോഴും ഞാൻ എൻ്റെ പേരിലുള്ള എൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. BOT അടിസ്ഥാനത്തിൽ ഒരു കമ്പനിക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ചുമതല കൊടുത്ത് 30 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഡിസംബർ 30 കഴിഞ്ഞതാണ്. ഇപ്പോഴും അനധികൃതമായി അവർ കാർബോണ്ടം കമ്പനി ഇപ്പോഴും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അവർ കൊള്ളലാഭം എടുക്കുന്നു. എന്നിട്ട് ഇവിടെ ആരും മിണ്ടുന്നില്ല. ഗവൺമെന്റും മിണ്ടുന്നില്ല. ഒരു മന്ത്രി ഉണ്ടല്ലോ, ഗവൺമെന്റും മിണ്ടുന്നില്ല, പ്രതിപക്ഷവും മിണ്ടുന്നില്ല. മന്ത്രി മിണ്ടിയിട്ടുണ്ടോ? മന്ത്രി ഒരു അക്ഷരം പറയുന്നില്ലല്ലോ. ഇതിൽ മന്ത്രി ഉണ്ടോ? അപ്പോൾ താങ്കളുടെ ആ പോരാട്ടം തുടരും? ഒരു സംശയവുമില്ല, തുടരും. പക്ഷെ അതൊരു ഒറ്റയാൾ പോരാട്ടമാണ്. അത് സാരമില്ല. അതിന് ജനങ്ങൾക്ക് വേണ്ടി പോരാടാൻ കൂട്ടായിട്ട് വേണമെന്നൊന്നുമില്ല, ഒറ്റയ്ക്കും പോരാടാം. ഈ കോൺഗ്രസ് പോലെയുള്ള പ്രസ്ഥാനത്തിൽ നിന്ന് ഒറ്റയ്ക്ക് പോരാടേണ്ട എന്ത് അവസ്ഥയാണുള്ളത്? കാരണം അങ്ങനെയല്ലല്ലോ വേണ്ടത്. അത് നിങ്ങളുടെ ഒരു വിലയിരുത്തലല്ലേ. ഒറ്റയ്ക്ക് പോരാടിയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാ സാമുദായിക നേതാക്കളുടെയും ഘടകകക്ഷികളുടെയും പിന്തുണ ഉറപ്പാക്കുന്നത് വഴി തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പാക്കാൻ തനിക്കും കഴിയുമെന്ന് രമേശ് ചെന്നിത്തല കരുതുകയാണ്. NSSനോട് മാത്രമല്ല എല്ലാവരോടും ഒരേ സമയം അടുക്കാൻ കഴിഞ്ഞു. തന്റെ മേൽ അടിച്ചേൽപ്പിച്ച നായർ ബ്രാൻഡ് ഇപ്പോൾ ഇല്ലെന്നും ചെന്നിത്തല കരുതുന്നു. ഇപ്പോൾ പഴയ ഒരു പ്രശസ്തമായ ഒരു താങ്കളുടെ ഒരു വാചകമുണ്ട്, എന്നെ ഒരു നായർ ബ്രാൻഡാക്കുന്നു എന്നുള്ള കാര്യം. ഞാൻ ആ ഇന്റർവ്യൂ കേട്ട് എനിക്ക് അതൊരു പുതിയൊരു വാക്കായിട്ട് കേരള രാഷ്ട്രീയത്തിൽ വന്നതാണ്. മാറിയോ അത് പൂർണ്ണമായിട്ടും? തീർച്ചയായിട്ടും മാറി. ഇപ്പം അങ്ങനെ ബ്രാൻഡില്ല. കൊണ്ടുവന്ന ആരാന്ന് എനിക്കറിയാം, അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാൻ പറയുന്നത് എന്നെ അങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ കഴിഞ്ഞ 11 വർഷക്കാലം NSSുമായിട്ട് എനിക്ക് നല്ല ബന്ധമല്ലായിരുന്നു. പക്ഷെ ഞാനത് രാജ്യത്തൊട്ടാകെ നടന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ എൻ്റെ നിലപാടിൽ അതുവരെ ആരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തുമില്ല. ഈ 11 വർഷം NSS നേതൃത്വമായിട്ട് ഞാൻ 11 വർഷം അകന്നു നിന്നപ്പോൾ ഒരാളും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ല. എന്നെ ആ സമയം എന്നെ യോഗത്തിന് വിളിച്ചപ്പം ആളുകളെല്ലാവരും കൂടി അഭിപ്രായം പറയാൻ തുടങ്ങി. അതായത് മതസാമുദായിക സംഘടനകളുടെ തിണ്ണ നിരങ്ങാൻ പോകുന്നു അല്ലേ? അതൊക്കെ ആരാ നിരങ്ങുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം ആരാണ്? അല്ല, എല്ലാ രാഷ്ട്രീയക്കാരും നിരങ്ങുമല്ലേ? ഇപ്പം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നിരങ്ങല്ലേ? ഇതിനെ ഈ കാര്യത്തിൽ LDF-ൽ കൊണ്ട് കെട്ടാൻ നോക്കുന്നത് അതെല്ലാം LDF ആണെങ്കിലും UDF ആണെങ്കിലും എല്ലാ സമുദായ നേതാക്കളെയും ഒരുമ കൊണ്ടുപോകാനാണ് നോക്കുന്നത്. അതിന് നല്ലൊരു പേരും കൊടുക്കും, സോഷ്യൽ എഞ്ചിനീയർ. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കോൺഗ്രസ് എല്ലാ കാലത്തും എല്ലാ സമുദായങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തും. അതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത. ഇൻക്ലൂസീവാണ്. ഇവിടെ ആരെയും പുറത്താക്കത്തില്ല. ചെറുതോ വലുതോ എല്ലാ സമുദായങ്ങളും ഒരുമിച്ച് നിർത്തും. രമേശ് ചെന്നിത്തല സുപ്രധാനമായ ചില നിലപാടുകളാണ് എടുക്കുന്നത്. കോൺഗ്രസിൽ തർക്കങ്ങളില്ല, മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് തർക്കമില്ലെന്ന പരസ്യമായ അവകാശവാദത്തിനിടയിൽ ഇക്കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കാൻ രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നു. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, മഞ്ജുഷ് ഗോപാലിനോട് 2 ദിവസം മുമ്പാണ് ഇക്കാര്യങ്ങൾ രമേശ് ചെന്നിത്തല സംസാരിക്കുന്നത്. അതിനുശേഷം KPCCയുടെ നേതൃയോഗം ചേരുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ചേർന്ന നേതൃയോഗത്തിൽ ഇനി പരസ്യവിവാദങ്ങളിലേക്ക് പോകണ്ട എന്നൊരു പൊതുധാരണ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും രമേശ് ചെന്നിത്തല തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ന്യൂസ് 18നോട് പങ്കുവെച്ച് കഴിഞ്ഞു. രമേശിൻ്റെ വാക്കുകളിൽ പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, മുമ്പ് 2021 ആരെയും ഉയർത്തിക്കാട്ടിയിട്ടില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, പിന്നെ എന്തിന് ഈ ചർച്ച എന്നത് അദ്ദേഹം സതീശനെ ലക്ഷ്യമിടുന്നതാണ്. മറ്റൊന്ന്, താൻ 2011 തന്നെ മുഖ്യമന്ത്രിയാവാൻ യോഗ്യനായിരുന്നു, അന്നൊരു ധാരണയുണ്ടായിരുന്നു, തനിക്കന്ന് നീതി നിഷേധിക്കപ്പെട്ടവനാണ് എന്ന കാര്യം കൂടി പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ഉള്ളടക്കം രമേശ് ചെന്നിത്തലയുടെ ലക്ഷ്യം വരുന്ന സർക്കാരിൽ മുഖ്യമന്ത്രിയാവുക എന്നത് തന്നെയല്ലേ? എന്താണ് രമേശിൻ്റെ നീക്കങ്ങൾ, ഈ രാഷ്ട്രീയം? സജിത്ത്, 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാരിനും 2025 ഇടയിൽ ഈ 15 വർഷത്തിനിടയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ കയറ്റിറക്കങ്ങളുടെ അല്ലെങ്കിൽ ഇതുവരെ പുറം ലോകത്തോട് വെളിപ്പെടുത്താതിരുന്ന പല വൈകാരികമായ സന്ദർഭങ്ങൾ കൃത്യമായി കോർത്തിണക്കിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല ന്യൂസ് 18 2 ദിവസം മുമ്പ് ഈ അഭിമുഖം നൽകിയിരിക്കുന്നത്. അവിടെ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ എന്തുകൊണ്ട്
രമേശ് ചെന്നിത്തല ആ സർക്കാരിന്റെ ഭാഗമായി ആദ്യം എത്തിയില്ല എന്നത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഒരുപക്ഷെ NSSുമായി അകലുന്ന തരത്തിലേക്ക് താക്കോൽ സ്ഥാന വിവാദത്തിലേക്ക് വരെ വഴി തുറന്നത് ഈ രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആദ്യഘട്ടത്തിൽ ഭാഗമാകുന്നില്ല, അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊരു ചോദ്യം അപ്പോൾ മുതൽ ഉയർന്നു കേട്ടതാണ്. അതിനുള്ള വളരെ വ്യക്തമായ ഒരു ഉത്തരം അദ്ദേഹം പറയുന്നുണ്ട്. തനിക്കും ഉമ്മൻചാണ്ടിക്കും ഹൈക്കമാൻഡിന്റെ പ്രതിനിധിക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം താൻ തന്റെ ആത്മകഥയിലൂടെ വ്യക്തമാക്കുമെന്നാണ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഓഫ് റെക്കോർഡിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അന്ന് തന്നെ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അവസാന വർഷങ്ങളിൽ ഒരുപക്ഷെ ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാം എന്ന ഒരു ഉറപ്പായിരുന്നു ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും ഈ ഹൈക്കമാൻഡ് പ്രതിനിധിക്കും ഇടയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു കാര്യം അന്ന് പാലിക്കപ്പെട്ടില്ല. അതിന്റെ ഒരു വൈകാരികമായ വേദന തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മകഥ വൈകാതെ പുറത്തിറങ്ങും. അതിൽ ഈ കാര്യം വ്യക്തമായി പരാമർശിക്കുമെന്നാണ് അദ്ദേഹം. ഡാനിലേക്ക് ഞാൻ വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ,